മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ നടൻ തന്നെയാണ് ജിത്തു. ജിത്തുവിന്റെ ഭാര്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഞെട്ടിക്കുകയും അതേപോലെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത്. ജിത്തുവിന്റെ ഭാര്യ കാവേരി പങ്കുവച്ചിരിക്കുന്ന വാർത്തയിലൂടെ അവളുടെ പ്രിയപ്പെട്ട അനുജൻ അപ്പുവിന് സംഭവിച്ച ദാരുണ അന്ത്യത്തിന്റെ വിടവാങ്ങലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അതൊരു വിഷമം തന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഒരിക്കലും അതിന് പകരം വെക്കാനൊന്നും ആകില്ല. 2 വർഷമായി അപ്പോൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ട്. കൊഞ്ചി കൊഞ്ചി വിളിക്കുന്നത് എന്ന ഗാനം പാടിക്കൊണ്ടും അതുപോലെ അത് ബാക്ക്ഗ്രൗണ്ടിൽ പങ്കുവെച്ചുകൊണ്ടുമാണ് ഈ ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുന്നത്. കാവേരിയും സഹോദരനും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് കാവേരി പങ്കുവച്ചിരിക്കുന്നത്. എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്നോ, ഞങ്ങളെല്ലാവരും നിന്നെ എന്തുമാത്രം കാത്തിരിക്കുന്നെന്നോ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്നോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്നോ അതൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല. എൻ്റെ ഹൃദയം വേദനിക്കുന്നു. ഓരോ തവണ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും എനിക്ക് വേദന അടക്കാനാകുന്നില്ല. എനിക്കിപ്പോഴും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാകുന്നില്ല. അതെനിക്ക് തീർച്ചയായും മനസ്സിനെ അംഗീകരിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തെന്നറിയില്ല, ആ വേദന ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നീ എൻ്റെ ചുറ്റുമുണ്ട് എന്നെനിക്ക് പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് എൻ്റെ എല്ലാ ഓർമ്മയിലുമുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇത്ര പെട്ടെന്ന് എന്നിൽ നിന്ന് നിന്നെ എടുത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നെ വീണ്ടും വീണ്ടും പരിശുദ്ധമായി തന്നെ നീ നോക്കുന്നുണ്ടെന്നും ഞങ്ങളെല്ലാവരെയും നീ സംരക്ഷിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം. എത്രമാത്രമാണ് നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയതെന്നും ഞങ്ങൾ എന്തുമാത്രമാണ് നിന്നെ മിസ് ചെയ്യുന്നതെന്നും പറയാൻ സാധിക്കില്ല. അത്രമാത്രം വേദന തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നും തന്നെ ഇതിന് ഉദാഹരണമാകില്ല. നീ പോയെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നെടുത്തു പറയണം. കാരണം ഇപ്പോഴും നീ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്രമാത്രം പ്രേക്ഷകർ അതിനെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ജിത്തുവിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു വിഷമമുള്ളതായി തന്നെ അധികമാർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഉള്ളിൽ ഈ വിഷമം വെച്ചുകൊണ്ടാണ് ഇരുന്നതെന്ന് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ആർക്കും ചിന്തിക്കാനും പറ്റുന്നില്ല. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഓരോ തവണയും ജിത്തുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. ഏഷ്യാനെറ്റിലെ മൗനരാഗത്തിലെയും സീതാ കല്യാണത്തിലെയും അതുപോലെ സൂര്യ ടി വിയിലെ സ്വയംവര പന്തലിലൂടെയും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തി, അതാണ് ജിത്തു വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയങ്കരിയാണ്. 3 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ വർഷം തന്നെ അനുജനെ നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു കാവേരി. അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇവരുടെ ആഘോഷങ്ങളിലെല്ലാം ഇവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും മിസ് ചെയ്യുന്നതുമെല്ലാം അനിയൻ അപ്പുവിനെയാണെന്ന് കാവേരി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു അളിയനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വേദന താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അവൻ ഞങ്ങളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്ന് ഇടയ്ക്ക് ജിത്തുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് എന്തുമാത്രം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ അപ്പു എന്നത് പ്രേക്ഷകർക്കിപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകർ ആ വേദനയിൽ പങ്കുചേരുന്നു എന്ന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അതിന് മറുപടിയായി നൽകുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.